സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശു ഹല്ലേലൂയ ക്രൂശീകരണത്തിന് മുൻപ് ആമേൻ സ്തോത്രം വരുവാനുള്ള സംഭവങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അധ്യായമാണ്. സ്തോത്രം. നമുക്കറിയാം ഏറ്റവും അവസാനമായി പറഞ്ഞ വാക്കുകൾ വളരെ വിലയേറിയതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അതിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 34 തൊട്ട് 36 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ദാസി വായിക്കും. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ആമേൻ സ്തോത്രം വായിച്ച ഭാഗത്തിൽ ഹല്ലേലൂയ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. സ്തോത്രം. ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരി പോകുവാനും സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ സദാകാലവും ഒന്ന് പറഞ്ഞാട്ടെ, സദാകാലവും ഹല്ലേലൂയ സ്തോത്രം ഓൾവേസ് എപ്പോഴും പ്രാർത്ഥിപ്പാനാണ് പറയുന്നത്. എന്തിനാ സ്തോത്രം നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത്? ആമേൻ സ്തോത്രം 2 കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാനാണ്. സ്തോത്രം. ഹല്ലേലൂയ. മഹാസംഭവങ്ങൾ നടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. തീക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ ഭൂമിയിൽ ഉടമന ശന്തര അനേക കാര്യങ്ങൾ സംഭവിക്കാൻ പോകുക. അതിൽ നിന്നെല്ലാം ഒന്ന് ഹല്ലേലൂയ സ്തോത്രം മനുഷ്യ ആമേൻ സ്തോത്രം ഒഴിഞ്ഞു പോകുവാനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ ആ കർത്താവിൻ്റെ വരവിൽ കാണപ്പെടുവാനായിട്ടാണ് നമ്മൾ ഉണർന്നും എല്ലാം ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. അത് മാത്രമല്ല സ്തോത്രം. ഹല്ലേലൂയ മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് ഹല്ലേലൂയ സ്തോത്രം. ആമേൻ സ്തോത്രം. ഇത് എല്ലാവരും നിൽക്കേണ്ട ഒരു ഹല്ലേലൂയ സ്തോത്രം സമൂഹമാണല്ലോ. ഹല്ലേലൂയ നമ്മൾ നിൽക്കേണ്ട ഒരു ആമേൻ അവസ്ഥയാണല്ലോ വരുന്നത്. സ്തോത്രം. എല്ലാവരും ദൈവപുത്രന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അപ്പോൾ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്തോത്രം. അഗ്നിജ്വാലയ്ക്ക് കണ്ണുള്ളവൻ സ്തോത്രം. ഹല്ലേലൂയ സർവശക്തൻ. ആമേൻ ഹല്ലേലൂയ പിൻപും മുൻപും അറിയുന്നവൻ, നമ്മളെ കാണുന്ന ഹല്ലേലൂയ കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് നിൽക്കുവാൻ കഴിയണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ എല്ലാ ഇപ്പോഴും സദാകാലവും പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളിനോട് പറഞ്ഞാട്ടെ, സദാകാലം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ന്യൂ ഇയറിൽ സ്തോത്രം. ഹല്ലേലൂയ അനേക തീരുമാനങ്ങൾ എടുത്തല്ലേ വന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വചനം വായിക്കും, പ്രാർത്ഥിക്കും, എന്തൊക്കെ തീരുമാനം ഉപവസിക്കും, എന്തൊക്കെ തീരുമാനങ്ങൾ ആത്മീകമായിട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഒരു നല്ല തീരുമാനം സ്തോത്രം. ഹല്ലേലൂയ വിവേകമുള്ള ഒരു തീരുമാനമാണ് ഞാൻ സദാകാലവും പ്രാർത്ഥിപ്പാൻ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒരു തീരുമാനത്തോടെ വേണം ഈ മീറ്റിങ്ങിൽ നിന്ന് പോകുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആത്മീക മാതാപിതാക്കൾ സ്തോത്രം വളരെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. സ്തോത്രം. ആ കണ്ണുനീരിൻ്റെ മുകളിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഉടമന ശന്തര ഈ വേല ഇത്രമാത്രം വർദ്ധിച്ചു വന്നെങ്കിൽ സ്തോത്രം അനേക ദൈവജനത്തിൻ്റെ കണ്ണുനീർ അവിടെ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതിൻ്റെ മുകളിലാണ് നമ്മുടെ കണ്ണുനീർ വരണ്ടു പോയിട്ടുണ്ടോ ഇന്ന് പകൽക്കാലം? ഹല്ലേലൂയ അതെല്ലാം മടങ്ങി വരുവാൻ ഈ കൺവെൻഷൻ ഹല്ലേലൂയ ദൈവം സഹായിക്കട്ടെ. ഉടമന ശന്തരെ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. സ്തോത്രം. നമുക്കറിയാം ഹല്ലേലൂയ സ്തോത്രം. ഈ കോവിഡ് വന്ന സ്തോത്രം നമ്മളെല്ലാം അടയ്ക്കപ്പെട്ടവരായിരുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും കോവിഡ് കഴിഞ്ഞപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ട്. നമ്മളെ ആലയത്തിൽ വരുവാനുള്ള തീക്ഷ്ണത കുറഞ്ഞു പോയിട്ടുണ്ട്. ആമേൻ സ്തോത്രം. പലതിലും നമ്മൾ ആശ്രയിച്ച് വരുന്ന നാളുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അത് മാത്രമല്ല വാട്സാപ്പിലും ഫേസ്ബുക്കിലും കൈകൂപ്പി പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരെ എണ്ണം കൊടുന്നുണ്ട്. യഥാർത്ഥമായി പ്രാർത്ഥിക്കുന്ന എത്ര പേർ ഹല്ലേലൂയ നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. യഥാർത്ഥമായി ഹല്ലേലൂയ ഒരു ശ്രദ്ധയോടെ സ്തോത്രം ഹല്ലേലൂയ ഹൃദയഭാരത്തോടെ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്നവരായി ഈ വർഷം തീരണം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അതാണ് ദൈവം എനിക്ക് ഏൽപ്പിച്ച ദൂത്. ആമേൻ സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഹല്ലേലൂയ ഉടമന ശന്തര ധീര ഇടവിടാതെ പ്രാർത്ഥിച്ച്
ഹല്ലേലൂയ. ആമേൻ. ആത്മാവിൽ ജയമെടുത്ത് സ്തോത്രം. നിങ്ങളൊരു ചെറിയ മുറിയിലായിരിക്കാം, ചെറിയൊരു ഭവനത്തിലായിരിക്കാം നിങ്ങൾ ഇരിക്കുന്നത്. ആമേൻ. സ്തോത്രം. ലോകം മുഴുവൻ സഞ്ചരിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ഉടമന ചന്ദ്ര. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദർശനം കാണുവാനിടയായി. നമ്മുടെ കയ്യിൽ ഒരു സഹോദരിയുടെ കയ്യിൽ സ്തോത്രം ഹല്ലേലൂയ ഒരു ആമേൻ ഗ്ലോബ് ഈ പ്രപഞ്ചത്തിനെ തന്നിരിക്കുകയാണ്. എങ്ങനെയാണ് തന്നിരിക്കുന്നത്? പ്രാർത്ഥനയ്ക്കായി. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് അസാധ്യമായി ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. സ്തോത്രം. എത്ര നാൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ യേശു ഇന്ന് പകൽക്കാലം ആത്മാവ് ആഗ്രഹിക്കുന്നത് ദേശങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഒരാളെ ദൈവം ഹല്ലേലൂയ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? അത് ഞാനായിരിക്കട്ടെ. ഹല്ലേലൂയ. ഉടമന ചന്ദ്ര. കർത്താവേ, ഇന്ന് പകൽക്കാലം എനിക്ക് കണ്ണുനീർ മടക്കി തരണമേ. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ആ പ്രാർത്ഥനയുടെ ഉത്സാഹം എനിക്ക് മടക്കി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമന ചന്ദ്ര. ഓ, സമയത്തിന്റെ കുറവ് കൊണ്ട് സ്തോത്രം ഹല്ലേലൂയ നമ്മൾ വായിച്ച ഹല്ലേലൂയ സ്തോത്രം 34 വാക്യത്തിൽ തിരിയുമ്പോൾ നിങ്ങൾ ആരും നോക്കണ്ട, നിങ്ങളുടെ ഹൃദയം സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹൃദയങ്ങളെ നോക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ ആമേൻ. സ്തോത്രം സ്തോത്രം. നമ്മൾ എന്തൊക്കെ പുറമെ ചെയ്താലും ഹല്ലേലൂയ സ്തോത്രം ആമേൻ സ്തോത്രം നമ്മുടെ ഹൃദയത്തെ വിലയിരുത്തുന്ന ദൈവമാണ്. സ്തോത്രം ഹല്ലേലൂയ. അവന്റെ മുൻപാകെ നമ്മുടെ ഹൃദയം ആമേൻ സ്തോത്രം. ബൈബിൾ പറയുന്നു ആമേൻ സ്തോത്രം നമ്മുടെ നിക്ഷേപം എവിടെയാണോ അവിടെ നമ്മുടെ ഹൃദയമായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം നിങ്ങൾ എന്തിനെയാണ് ആമേൻ സ്തോത്രം നിക്ഷേപം എന്ന് കരുതുന്നത്? സ്തോത്രം. ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കാം, കുടുംബമായിരിക്കാം. ഹല്ലേലൂയ. എന്തൊക്കെയോ നമ്മുടെ ഹൃദയങ്ങളെ കവർന്നിരിക്കുകയാണോ? ഹല്ലേലൂയ സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമുക്കൊന്ന് മടങ്ങി വരാം. സ്തോത്രം. യെരമ്യാ പുസ്തകത്തിൽ പറയുന്നു, എല്ലാത്തിലും കപടമേറിയതാണ് നമ്മുടെ ഹൃദയം. ആമേൻ. എത്രമാത്രം സൂക്ഷിച്ചാലാണ് നമുക്ക് ആ നിത്യതയിൽ എത്തുവാൻ കഴിയുന്നത്? സ്തോത്രം. ഹവ്വയെ ചതിച്ചതുപോലെ നമ്മളെ ചതിക്കാതിരിക്കേണ്ടതിനാണ് നമ്മൾ ഉണർന്ന് സദാകാലവും പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അതിഭക്ഷണത്താലും ഹല്ലേലൂയ ആമേൻ സ്തോത്രം നമ്മുടെ ഹൃദയത്തിൽ ആമേൻ എല്ലാ ദിവസവും ഹല്ലേലൂയ സഹോദരിമാരായി നമ്മൾക്ക് ആമേൻ എല്ലാ ദിവസവും പാചകത്തിന്റെ മാത്രം ചിന്തയാണെങ്കിൽ എത്ര വ്യർത്ഥമാണ് നമ്മുടെ ജീവിതം. ദൈവം നമ്മളെ എത്ര ഉന്നത വിളിയാലാണ് വിളിച്ചിരിക്കുന്നത്. കർത്താവിന്റെ ദാസിമാരെ ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ആത്മീക മാതാക്കളും പിതാക്കളും എന്ത് ഉടുക്കണം, എന്ത് കഴിക്കണം, ഹല്ലേലൂയ സ്തോത്രം ആമേൻ ജീവിതത്തിന്റെ കഷ്ടതയും ദാരിദ്ര്യത്തിലും ആമേൻ അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇത്രമാത്രം നമ്മളെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. ഇപ്പോൾ സ്തോത്രം നമ്മൾ അനുഗ്രഹത്തിന്റെ പുറകെയാണോ? ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോൾ ഏത് തിന്നണമെന്നാണ്? ഹല്ലേലൂയ. ഏത് ഉടുക്കണമാ? ഇന്ന് പകൽക്കാലം എത്ര വൈറ്റ് സാരിയാണ്. നമ്മുടെ മാതാപിതാക്കൾക്കുള്ളത് ഒരു സാരിയായിരുന്നു. അവർക്ക് വേറെ ഒരു ചിന്തയുണ്ടായിരുന്നില്ല. ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഏത് ആമേൻ സ്തോത്രം അത്രമാത്രം സമൃദ്ധിയിലേക്ക് വന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 28:47 പറയുന്നത് പോലെ കർത്താവിന്റെ ദാസി എടുത്തുണ്ടെങ്കിൽ വായിച്ചാട്ടെ. ആവർത്തനം 28:47. സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സകല വസ്തുവകകളുടെ സമൃദ്ധി കൊണ്ട് ഹല്ലേലൂയ ദൈവമായ യഹോവയെ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും പലപ്പോഴും സ്തോത്രം പലതിലും ഹല്ലേലൂയ സാറ്റിസ്ഫൈഡ് ആയിട്ട് കണ്ടന്റ് ആയിട്ട് കൊണ്ട് ഹല്ലേലൂയ നമുക്ക് ദൈവത്തെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട് രക്ഷിക്കപ്പെട്ട ദിവസങ്ങളിൽ കടന്നു വന്ന് സഭായുഗത്തിൽ കണ്ണു തുറക്കാതെ ആമേൻ സ്തോത്രം ആത്മാവിൽ ആരാധിച്ചത്. ഹല്ലേലൂയ. മണിക്കൂറുകളോളം സമയം നോക്കാതെ ദൈവത്തെ ആരാധിച്ചത്. ഇപ്പോൾ ഹല്ലേലൂയ നമ്മുടെ എല്ലാം കണ്ണുകൾ സമയത്തിലാണോ? സ്തോത്രം ഹല്ലേലൂയ. മുൻവിധികളോടാണ് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. നമ്മളെ തന്നെ ശോധന ചെയ്യുക. ആ നന്മകൾ നമ്മളെ ഹല്ലേലൂയ ദൈവത്തിന് അകറ്റുവാനല്ല, ദൈവത്തിലേക്ക് ഹല്ലേലൂയ അനുഗ്രഹിച്ചവന്റെ പിന്നാലെ പോകുവാനാണ്. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ പുറകെയല്ല, അനുഗ്രഹിച്ചവന്റെ പിന്നാലെ നമ്മളെ രക്ഷിച്ച ജീവനെ യാഗമായി തന്ന ദൈവത്തിന്റെ പിന്നാലെ പോകുവാനാണ്. അവന് വേണ്ടി ജീവിക്കുവാനാണ്, അവന് വേണ്ടി ഹല്ലേലൂയ കത്തി എരിയുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഉടമന ചന്ദ്ര. എത്ര പേർ ഹല്ലേലൂയ ഇന്ന് പകൽക്കാല ദൗത്യം ഏറ്റെടുക്കും? ഹല്ലേലൂയ. ഒരു തലമുറയെ നേടുവാനാണ് ഹല്ലേലൂയ നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. ഉപജീവന ആമേൻ സ്തോത്രം ഹല്ലേലൂയ. മദ്യപാനമൊന്നും നമുക്കില്ലെങ്കിലും സ്തോത്രം നമുക്ക് മീഡിയ അഡിക്ഷൻ ഒക്കെ ഉണ്ട്. സ്തോത്രം ഈ ദിവസങ്ങളിൽ അതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ആമേൻ.
ഉപജീവന ചിന്തനകളാൽ ഹല്ലേലൂയ ഭാരപ്പെട്ടും സ്തോത്രം എത്രമാത്രം ഉണ്ടെങ്കിലും ഹല്ലേലൂയ പിന്നെയും അതിൻ്റെ പുറകെ പോകുന്നതല്ല നമുക്കൊന്ന് ഹല്ലേലൂയ മാറ്റിവെക്കാം. സ്തോത്രം ഹല്ലേലൂയ. അത് ആമേൻ സ്തോത്രം സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം ഹല്ലേലൂയ. ആരും യേശുവിനെ അറിയുന്നവരും അറിയാത്തവരും എല്ലാവർക്കും വരാൻ പോകുന്ന ഹല്ലേലൂയ ഒരു ദിവസമുണ്ട്. ആ ദിവസം നമ്മൾ ഹല്ലേലൂയ അതിനെല്ലാം ഒഴിഞ്ഞിരിക്കണമെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥിച്ചും ഉണർന്നു വിളിച്ച വിശ്വാസത്തിലും ആദ്യ സ്നേഹത്തിലും ഹല്ലേലൂയ അവന്റെ വിളിയും തെരഞ്ഞെടുപ്പും അറിഞ്ഞ് ഉറച്ചു നിൽക്കുവാൻ നമുക്ക് ഇടയാകണം. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബത്തോടും നമ്മുടെ തലമുറയോടും സ്തോത്രം ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്ക് ഇടയാകട്ടെ. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കരുത്, ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ ആമേൻ സ്തോത്രം എല്ലാം പഠിപ്പിച്ചിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഹല്ലേലൂയ സ്തോത്രം കൊയ്ത്ത് വളരെ ഉണ്ട്. കൊയ്ത്തിന്റെ യജമാനനോട് ഹല്ലേലൂയ സ്തോത്രം വേലക്കാരെ അയക്കുവാൻ സ്തോത്രം നമ്മൾ പ്രാർത്ഥിക്കണം. അതേ സ്തോത്രം. ഈ തലമുറയിൽ അനേക ദൈവദാസന്മാരുണ്ട്, ദൈവദാസിമാരുണ്ട്. എന്നാൽ ഇന്ന് വരുന്ന തലമുറയിൽ അനേക ശ്രേഷ്ഠന്മാർ എഴുന്നേൽക്കേണ്ടതിനായി എത്ര പേർ പ്രാർത്ഥിക്കും, എത്ര പേർ നിങ്ങളുടെ തലമുറയെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കും. സ്തോത്രം ഹല്ലേലൂയ. ഉടമന ശന്തരെ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഒരു തീരുമാനത്തിലേക്ക് വരാം. ഹല്ലേലൂയ. ഇത്രമാത്രം കോടാനുകോടി ജനമുള്ള ഈ ഭാരതത്തിൽ സ്തോത്രം ഹല്ലേലൂയ എത്രമാത്രം ഹല്ലേലൂയ ജനം നമുക്ക് വേണം, സുവിശേഷകന്മാർ വേണം. കൊയ്ത്ത് വളരെ ഉണ്ട്. കൊയ്ത്തിനായി ഒരുങ്ങിയിരിക്കുന്ന നിലങ്ങളാണ്. സ്തോത്രം. എത്ര പേർ ആത്മീക കണ്ണുകളാൽ ആ നിലത്തെ കാണും. ഹല്ലേലൂയ. ദൈവമക്കളെ എത്ര പേർ കരയും. ഹല്ലേലൂയ. എത്ര പേർ നെടുമ്പാട് വീണ് ഹല്ലേലൂയ മണിക്കൂറുകളോളം ദൈവസന്നിധിയിൽ ആമേൻ കർത്താവേ ഈ ജനത്തെ രക്ഷിക്കണമേ. പ്രസംഗത്തിൽ അല്ല രക്ഷിക്കപ്പെടുന്നത്, മുട്ടിന്മേൽ നിൽക്കുന്ന ദൈവദാസിമാരുമുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളുടെ മുറിയിൽ സ്തോത്രം ആത്മാക്കളെ നേടുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കോ നമ്മുടെ പ്രാർത്ഥന മുറിയിൽ നമുക്ക് ആത്മാക്കളെ നേടുവാൻ കഴിയും? സ്തോത്രം ഹല്ലേലൂയ. എല്ലാവരും സ്റ്റേജ് മേൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. മുട്ടുമടക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ എത്ര പേർ വിശ്വസിക്കും ആത്മാവിൽ ആ ദൂത് ഏറ്റെടുത്താട്ടെ. ഉടമന ശന്തര. ഞാൻ എൻ്റെ മുറിയിൽ ആത്മാക്കളെ നേടും. ഹല്ലേലൂയ. കണ്ണീരോടെ ആത്മഭാരത്തോടെ ഇടിവിൽ നിന്ന് രാജ്യങ്ങൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി ഉടമനാദര ദീകല ബൗഡാരാധേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവർ സ്തോത്രം. എത്ര പേർ ഉണർവിനായി പ്രാർത്ഥിക്കുന്നു? ഞാനും പ്രാർത്ഥിക്കുന്നവളാണ്. സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് മടുപ്പ് വന്നിട്ടുണ്ടോ? സ്തോത്രം. എൻ്റെ പ്രാർത്ഥന എവിടെയാണ്? ആമേൻ സ്തോത്രം. നിങ്ങൾ ഇന്ന് കാണുന്നില്ലെങ്കിലും സ്തോത്രം ഹല്ലേലൂയ ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ, കണ്ണീരിട്ടപ്പോൾ അവൾ കണ്ടില്ല ദാൻ മുതൽ ബെർശേബ വരെ വിശ്വസ്തനായ ഒരു പ്രവാചകനെ. നിങ്ങൾ മൺമറഞ്ഞാലും നിങ്ങളുടെ പ്രാർത്ഥന ഈ ഭൂമിയിൽ ജീവിക്കും. ഹുഡബ ശന്തരേ ധീരേ. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് വേണ്ടി അവൻ ദൈവരാജ്യത്തിന് വേണ്ടി ഇടിവിൽ നിന്നാൽ ഞങ്ങൾ മറഞ്ഞാലോ നമ്മുടെ പ്രാർത്ഥന നിലനിൽക്കും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കോ എൻ്റെ പ്രാർത്ഥനയ്ക്ക്? ഹല്ലേലൂയ. ഉടവ ശന്തര. ഒരു പരിധിയില്ല. അത് പരിധിയില്ലാത്ത പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. അത് ഭൂമിയുടെ അറ്റത്തോളം കടന്നു ചെല്ലും. ഉടവ ശന്തരെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ സ്തോത്രം ഹല്ലേലൂയ. ആരൊക്കെ നിരാശയിട്ടാലോ ഏതൊക്കെ പ്രതികൂലം വന്നാലും സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നത് ആ വിധവ ലൂക്കോസിന്റെ 18 ഹല്ലേലൂയ ആ വിധവ പ്രാർത്ഥിച്ചതുപോലെ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. മനുഷ്യനെ ഭയക്കാത്ത ഹല്ലേലൂയ ദൈവത്തെ ഭയപ്പെടാത്ത മനുഷ്യനെ ശങ്കയില്ലാത്ത ഒരു ന്യായാധിപനടുത്ത് അവൾ ചോദിച്ചത് വാങ്ങിയെങ്കിൽ നമ്മുടെ കരുണാമയനായ രക്ഷകനോട് നമുക്ക് എത്രമാത്രം അധികം ഹല്ലേലൂയ ഈ നാളുകളിൽ ആത്മാവിനായിട്ട് ചോദിക്കുവാൻ, ആത്മാവിൽ ചലിക്കുവാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അപ്പോസ്തലന്മാരും പറഞ്ഞു സുബോധത്തോടെ പ്രാർത്ഥിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കഷ്ടതയിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമുക്കുള്ള ഒറ്റ മൂലിയാണ് ഹല്ലേലൂയ. എന്താണ് ഒറ്റ മൂലി? പറഞ്ഞാട്ടെ.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ആമേൻ. സഹോദരിമാരെ, നിങ്ങൾക്ക് ഒന്നുമില്ലായിരിക്കാം ജീവിതത്തിൽ, ഹല്ലേലൂയ, കഴിവില്ലായിരിക്കാം, ആമേൻ, സ്തോത്രം, പണമില്ലായിരിക്കാം. എന്നാൽ സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടോ? നിങ്ങളുടെ പേര്, ഹല്ലേലൂയ, ആമേൻ, ആ ദൈവം കാണും. നിങ്ങളുടെ പ്രവർത്തിക്ക് ഒരു പ്രതിഫലമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് ആമേൻ ഇരിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ഈ ദൈവസഭ ഉളവായത് എങ്ങനെയാ? പ്രാർത്ഥനയിലാണ്. ഹല്ലേലൂയ. അനേക പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. ജെനിസിസ് മുതൽ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, അനേക പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരെല്ലാം ജയിച്ചത്, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടത്, അവരൊരു തീരുമാനമുണ്ടായിരുന്നു. ഏതിനും ദൈവസന്നിധിയിൽ പോയി നെടുമ്പാട് വീണ്ടും പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഉടമന ശന്തര. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമുക്കറിയാം. ഹല്ലേലൂയ. ആമേൻ. ഹെബ്രായ സ്ത്രീകൾ തെരവുള്ളവരാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ആ പ്രാർത്ഥനയുടെ തെരവ് ഈ ദിവസങ്ങളിൽ കുറഞ്ഞു പോയിട്ടുണ്ടോ? ഹല്ലേലൂയ. ആ ഉത്സാഹം കുറഞ്ഞു പോയിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം ഈ വർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിലാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുവാൻ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അനേകർ പ്രാർത്ഥിക്കുകയും ദൈവാലോചന പ്രാർത്ഥിക്കുകയും, ഹല്ലേലൂയ, സ്തോത്രം. നമുക്കെല്ലാം സ്തോത്രം, ഹല്ലേലൂയ, ലീഡർഷിപ്പിലുള്ളവരാണല്ലോ എൻ്റെ പിന്നിലിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവദാസന്മാർ എല്ലാവർക്കും ലീഡർഷിപ്പ് ഉണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ദർശനം ലഭിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ആലോചന ലഭിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഏത് പ്രവർത്തനം ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് ആലോചന പ്രാപിച്ചാണ് ഈ സഭ തുടങ്ങിയതെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, അത് തന്നെ തുടരുവാനാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ഉത്തരം വേറെ ഒന്നുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ പാദപീഠത്തിലാണ് നമുക്ക് ഉള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. ആ ദർശനം പ്രാപിക്കേണ്ടത്, ആമേൻ, സ്തോത്രം, ജോലി, ഹല്ലേലൂയ, വാങ്ങിക്കേണ്ടത്, എന്ത് ചെയ്യണമെന്ന്, ആമേൻ, സ്തോത്രം, നമ്മൾ ചോദിക്കേണ്ടത്, ഹല്ലേലൂയ. നിങ്ങൾ ശുശ്രൂഷയിലല്ലായിരിക്കാം, ആമേൻ, സ്തോത്രം, ഒരു ദിവസം കുടുംബം എങ്ങനെ വിവേകത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയണമെങ്കിൽ ആ പാദപീഠത്തിൽ ഇരുന്നാൽ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മളെ മനസ്സലിയുന്നവൻ, ഹല്ലേലൂയ, നമ്മളെ കരുതുന്നവൻ നമുക്ക് ആലോചന പറഞ്ഞു തരും. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ 4-8 വാക്യങ്ങളിൽ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അങ്ങനെ അവരിൽ കൂടിയിരുന്നപ്പോൾ, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങി പോകാതെ എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിപ്പിൻ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, യെരൂശലേമിലും യഹൂദയിലും സമരിയയിലും ലോകത്തിന്റെ അറ്റം വരെ ഒരു സാക്ഷിയായി തീരും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, അവർ ഒരു മലയിൽ പോയി, ആമേൻ, സ്തോത്രം, യേശു ആരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ മടങ്ങി വന്നിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, അനേക ദിവസങ്ങളായി ഓടി നടക്കുകയാണ്. അവർക്ക് നിരാശയൊക്കെ ഉണ്ടാകാം. യേശു, ഹല്ലേലൂയ, 3 വർഷമായി അവരുടെ കൂടെ ഇരുന്നവൻ ഇന്ന് അവരെ കൂടെ ഇല്ല എന്നൊന്ന് തോന്നുക. എന്നാൽ സ്തോത്രം, അവർ വചനം അനുസരിച്ച് അവർ മാളിക മുറിയിൽ കയറിപ്പോകുവാൻ ഇടയായി. സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ 13-ഉം 14-ഉം വാക്യങ്ങളിൽ അവന് പ്രാർത്ഥന മാളിക മുറിയിൽ കയറിപ്പോയി ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസിമാരെ, ഹല്ലേലൂയ, ദൈവമക്കളെ, സ്തോത്രം, ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, ഉടമന ശന്തര ധീര, ഹല്ലേലൂയ, സ്തോത്രം, അവരെങ്ങനെയാ പ്രാർത്ഥിച്ചത്? സദാകാലവും അവരെങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ആമേൻ, സ്തോത്രം. അവർക്കൊന്നും അറിയത്തില്ലായിരുന്നു. സഭ എങ്ങനെയാണ് ഒന്നും അറിയത്തില്ലെങ്കിലും അവർ രാവും പകലും, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അവർ വാഗ്ദത്തത്തിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എത്ര പേർക്ക് ഒരു വാഗ്ദത്തമുണ്ട് ഇവിടെ? ഹല്ലേലൂയ, സ്തോത്രം. അനേക വാഗ്ദത്തങ്ങൾ തലമുറ മേൽ കിടക്കുന്നു, നിങ്ങളുടെ മേൽ കിടക്കുന്നു. എന്നാൽ ശത്രു ഒരു വിധത്തിൽ അത് തരത്തില്ലെന്ന് പറയുമ്പോൾ എത്ര പേർ, സ്തോത്രം, ഹല്ലേലൂയ, മുട്ടുകൾ മടക്കി, സ്തോത്രം, ആ വാഗ്ദത്തത്തിനായി, ഹല്ലേലൂയ, കാത്തിരുന്ന രാപ്പകൽ, ഹല്ലേലൂയ, ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ നമുക്ക് ഇടയാകണം. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് 2-ാം അധ്യായത്തിൽ അവർ ഒരുമനപ്പെട്ട് ഒരു സ്ഥലത്ത് പെന്തക്കോസ്ത് നാളിൽ കൂടി വന്നപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. അവർക്ക് വാഗ്ദത്തം പ്രാപിപ്പാൻ ഇടയായി. അവരെ ആള് മാറിയതുപോലെ ആയി. അവർക്ക് ശക്തി ലഭിച്ചു. അവർ സാക്ഷികളായി തീരുവാനിടയായി. ഉടമന ശന്തര, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ആമേൻ, സ്തോത്രം. 2-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുകയാണ്, സ്തോത്രം, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഈ വാഗ്ദത്തമുണ്ട്. യേശു ക്രിസ്തു മുഖാന്തരം ദൂരസ്ഥരായ ഏവർക്കും, ഹല്ലേലൂയ, വിളിക്കപ്പെട്ട ഏവർക്കും ഈ വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ ഈ വാഗ്ദത്തത്തിനായി കാത്തിരിക്കും? കരയും. തലമുറകളെ ദൈവസന്നിധിയിൽ ആത്മപൂർണരായി തീർക്കുവാൻ
പ്രാപിക്കുവാൻ എത്ര മാതാക്കൾ കണ്ണീരോടെ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഉടമന ശന്തര വഴിത്തലയിൽ സ്തോത്രം ഹല്ലേലൂയ ക്ഷീണിച്ചും തളർന്നു ആമേൻ സ്തോത്രം അർദ്ധപ്രാണരായി ഹല്ലേലൂയ ആത്മാവിൽ ക്ഷീണിച്ച് ഹല്ലേലൂയ സംശയത്തോടും ഹല്ലേലൂയ ഉടമന ശന്തര ദൈവമുണ്ടോ ഇല്ലോ എന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ വിചാരിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ ചർച്ചിൽ വരുന്നുണ്ടായിരിക്കാം. എന്നാൽ അവരുടെ വിശ്വാസം എങ്ങനെയായിരിക്കുന്നു? ഇന്ന് പകൽക്കാലം നമ്മളുടെ കണ്ണുനീരിൽ ഹല്ലേലൂയ കുതിർന്ന പ്രാർത്ഥന ചില കട്ടകളെ ഹല്ലേലൂയ അലിച്ചു കളയുവാൻ ഇടയാകണം യേശുവിന്റെ നാമത്തിൽ. ഓ റാബ ശന്തര വാഗ്ദത്തമുള്ള മാതാവേ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഉണരാമോ? ആത്മാവിൽ ജാഗരിക്കാമോ? ഹല്ലേലൂയ. ഈ ദേശത്തിനുള്ള ഒരു വാഗ്ദത്തമുണ്ട്. അനേകർ രക്ഷിക്കപ്പെടുവാനുണ്ട്. അനേകർ ഹല്ലേലൂയ ആത്മാവിൽ മരിച്ചവരായുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ കൂട്ടു സഹോദരങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. പാരമ്പര്യത്തിൽ കെട്ടപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. നമ്മളുടെ കണ്ണുനീര് കഠിന ഹൃദയവുമാണോ അവരുടെ വിടുതലിന് തടസ്സമായിട്ട് നിൽക്കുന്നത്? സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ ഹൃദയ കാഠിന്യതകൾ മാറട്ടെ. ഹല്ലേലൂയ. കണ്ണുനീർ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം നമ്മുടെ ഉള്ളിലേക്ക് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഓ റാബ ശന്തരെ നൽകട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. ഓ റാബ ശന്തര ധീരെ ഹല്ലേലൂയ. മാംസത്തിന് മാംസമായ ഹല്ലേലൂയ രക്തത്തിന് രക്തമായ ഓ റബ അനേകർ ഹല്ലേലൂയ ആത്മമരണത്തിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് എങ്ങനെ മിണ്ടാതിരിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാം വചനം അറിയാം. എന്നെക്കായി നല്ലോണം പ്രസംഗിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ദൈവം തന്ന ദൂതുകൾ മാത്രം പറഞ്ഞ് ആമേൻ സ്തോത്രം അധികം വായിക്കാതെ പോകുക. സ്തോത്രം 3-ാം അധ്യായത്തിൽ പറയുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവർക്ക് വാഗ്ദത്തം ലഭിച്ചു. ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവ് കിട്ടി. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുക. അവർ പ്രാർത്ഥന നിർത്തിയോ? ഇല്ല. ഹല്ലേലൂയ. 9 മണി നേരം ആലയത്തിൽ പോകുന്ന പത്രോസും യോഹന്നാനും ഹല്ലേലൂയ അവർ ഹല്ലേലൂയ സ്തോത്രം അവിടെ പോകുകയും അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ ഹല്ലേലൂയ സുന്ദരമാണെന്നാണ് ആലയത്തിന്റെ ഹല്ലേലൂയ ഭാഗത്തിന്റെ പേര്. എന്നാൽ അവിടെ അനേകർ ഹല്ലേലൂയ മുടന്തായിട്ട് ആമേൻ ഇനി ഒരിക്കലും സ്തോത്രം ഇവനെ എനിക്കുവാൻ കഴിയത്തില്ല, ഇവനെ ജന്മന അങ്ങനെയാണെന്ന് വിധി എഴുതിയ ഹല്ലേലൂയ ഇരിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ആത്മാവിൽ നിറഞ്ഞ പത്രോസും യോഹന്നാനും അവനെ നോക്കി പറഞ്ഞതാണ് സ്തോത്രം ഹല്ലേലൂയ ആമേൻ വെള്ളിയും പൊന്നും എനിക്കില്ല. കർത്താവിന്റെ ദാസിമാരെ സ്തോത്രം ഹല്ലേലൂയ. ഞാനൊരു നഴ്സാണ്. ഞാൻ ജോലി വിട്ടാണ് ഇപ്പോൾ സുവിശേഷ വേലയിലായിരിക്കുന്നത്. ആമേൻ സ്തോത്രം. നമുക്ക് പണമല്ല വേണ്ടത് സുവിശേഷ വേലയ്ക്ക്. ഹല്ലേലൂയ. വെള്ളിയും പൊന്നൊന്നുമല്ല ഹല്ലേലൂയ നമുക്ക് വേണ്ടത്. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഹല്ലേലൂയ ദൈവം നമുക്ക് തൻ്റെ പ്രാണനെ തന്നെങ്കിൽ ഹല്ലേലൂയ അനേകരെ പ്രാണനെ രക്ഷിക്കുവാനാണ് പ്രാണനെ തന്ന ദൈവം. സ്തോത്രം ഹല്ലേലൂയ. യേശു നമ്മുടെ മധ്യത്തിലുണ്ട് ഇന്ന് പകൽക്കാലം. സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് ഒരു കാര്യവും വേണ്ട. സ്തോത്രം ഹല്ലേലൂയ. അവിടെ പറയുന്നു സ്തോത്രം ഹല്ലേലൂയ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരാം. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ എത്രമാത്രം ഹല്ലേലൂയ സ്വർഗീയ നന്മകളാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഹുഡമന ശന്തര സ്വർഗത്തിലെ സകല പറഞ്ഞാട്ടെ സകല സ്വർഗീയ നന്മകൾ ദൈവവചനം പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഉടമന രക്ഷയുടെ സന്തോഷം ഹല്ലേലൂയ വിശ്വാസം എന്ന ഹല്ലേലൂയ പരിച ഉടമന ശന്തര ഹല്ലേലൂയ എത്രമാത്രം സ്തോത്രം ഹല്ലേലൂയ നന്മകളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ നാമം തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അവർ പറഞ്ഞു നസ്രാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക. ഹല്ലേലൂയ സ്തോത്രം. അവൻ കുതിച്ച് ചാടി എഴുന്നേൽക്കുവാൻ ഇടയായി. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. നമ്മൾ എല്ലാ കാലത്തും സദാകാലത്തും പ്രാർത്ഥിച്ചാൽ നമ്മളിൽ നിന്ന് ശക്തി പുറപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ വാക്കിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. മടങ്ങി വന്നാട്ടെ. ഹല്ലേലൂയ. സഹോദരിമാരെ ആത്മാവിൽ നിറഞ്ഞ ആമേൻ സ്തോത്രം കൃപാവരങ്ങളാൽ നിറഞ്ഞ ദൈവദാസിമാരെ ഇന്ന് മിണ്ടാതിരിക്കുവാനല്ല, ഈ ജീവിതം ഇങ്ങനെ കഴിച്ചു കൂട്ടുവാനല്ല, ദൈവത്തിന് വേണ്ടി ചിലത് കൽപ്പിക്കുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചിലത് കൽപ്പിക്കുവാൻ. ഹല്ലേലൂയ. ആമേൻ. പ്രസംഗം തീരുവാൻ വെയിറ്റ് ചെയ്യേണ്ട. സ്തോത്രം. ഞാനൊരു സാക്ഷി പറയാം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ 4-6 മാസങ്ങൾക്ക് മുൻപ് ആമേൻ സ്തോത്രം വളരെ നാളുകൾ എൻ്റെ ബോഡിയിൽ സ്പാസം അനുഭവിക്കുവാൻ ഇടയായി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഡോക്ടറെ അടുത്ത് പോയി. ഞാൻ നഴ്സാണ്.
ആണ്, ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ, റെസ്റ്റ്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു. ആമേൻ സ്തോത്രം. ഒരു വിടുതലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ഞായറാഴ്ച രാവിലെ സ്തോത്രം ഹല്ലേലൂയ കിടക്കയിൽ കിടക്കുമ്പോൾ തന്നെ ഞാൻ ഉണർന്നിട്ടില്ല. അപ്പോൾ സ്തോത്രം ഹല്ലേലൂയ എനിക്ക് സ്പാസം വന്നപ്പോൾ ഞാൻ ഉണരുവാനിടയായി. അപ്പോൾ എൻ്റെ ആത്മാവ് തന്നെ പ്രാർത്ഥിക്കുക, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ ആമേൻ. ആ നാമം പറഞ്ഞപ്പോൾ ആ സ്പാസം അവിടെ നിൽക്കുവാൻ ഇടയായി. സ്തോത്രം ഹല്ലേലൂയ ആമേൻ. എൻ്റെ വിശ്വാസം വർദ്ധിക്കുവാനിടയായി. ആമേൻ സ്തോത്രം. നാളുകളുടെ പഴക്കത്തിൽ ഹല്ലേലൂയ നമ്മൾ ഈ നാമം മറന്നു കളഞ്ഞാണോ ജീവിക്കുന്നത്? ആ നാമത്തിന്റെ ശക്തി നിങ്ങളുടെ ഭവനങ്ങളിൽ വ്യാപരിക്കും. സ്തോത്രം ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ സ്തോത്രം ആമേൻ. ഒന്നും ചിന്തിക്കാതെ അല്ല, ആ നാമത്തിന്റെ ശക്തിയെ ഏറ്റുകൊണ്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എത്ര പേർ പറഞ്ഞാട്ടെ ഹല്ലേലൂയ. നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുക. ഇവിടെ അനേകർ വേദനയാൽ ഭാരപ്പെടുന്നവരുണ്ട്, രോഗികളുണ്ട്. ഹല്ലേലൂയ. ചില വിഷയങ്ങളുമേൽ സ്തോത്രം ഹല്ലേലൂയ ഭാരപ്പെടുന്നവരുണ്ട്. നാളെ എന്താകുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ശുശ്രൂഷയിൽ എന്താകും, ഈ വർഷത്തിലെ ആമേൻ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ആമേൻ ആകുല ചിന്തയിലുള്ളവരിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഒരു മിനിറ്റ് ഹല്ലേലൂയ ആത്മാവിൽ പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വേദനകൾ മാറട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ശാപക്കെട്ടുകൾ മാറട്ടെ. ഓ റബ ശന്തര ധീരെ ഹല്ലേലൂയ. അന്ധകാര ശക്തികൾ ഭവനങ്ങളെ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. നാളുകളായി ബാല്യം മുതൽ പീഡിപ്പിക്കുന്ന ശക്തികൾ ഓ റബ ല ശന്ത യേശുവിന്റെ നാമത്തിൽ, നസ്രനായ യേശുവിന്റെ നാമത്തിൽ ഓ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുമേൽ ദൈവത്തിന്റെ കരം ഓ റബാലോ ശന്തര ധീര ഹന്ത ഈ കൊട്ടാരക്കരയിൽ യേശുവിന്റെ നാമം ഉയരട്ടെ. കേരളത്തിൽ ഉയരട്ടെ. യോ ഹല്ലേലൂയ. ഇന്ത്യയിൽ ഉയരട്ടെ. ദൂഡമനാദര ദീഗല ബന്ദ റൗഡേ രാധേ വിശ്വസിക്ക യേശുവിന്റെ നാമം ഹല്ലേലൂയ. എല്ലാ അധികാരങ്ങളെയും കീഴടക്കിയ നാമം ഓ റബാല ശന്ദേ. എല്ലാ നാമത്തിലും മേലായ നാമം രക്തം 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 കാൽവരിയിൽ ആയുധമേപ്പിച്ച നാമം ഊടവരാധര ദീഗല ബൗഡേ രാധേ രന്ദേ ഭൂതല ബന്ധര വീര. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. വിട്ടുകളയാനല്ല, ദിവസം മുഴുവൻ ഹല്ലേലൂയ നാമത്തെ ജാഗരിച്ചുകൊണ്ട് കൽപ്പിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. അവൻ നടന്നും തുള്ളിയും ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. സ്തോത്രം ഹല്ലേലൂയ. സമയക്കുറവുകൊണ്ട് 4-ാം അധ്യായത്തിൽ അവർ ആമേൻ പ്രതികൂലത്തിൽ കൂടെ കടന്നുപോൾ, പീഡനത്തിൽ കൂടെ കടന്നുപോൾ ഈ നാമം എടുക്കരുത് ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം ഹല്ലേലൂയ അവർ പറഞ്ഞു സ്തോത്രം ആമേൻ 4:12 മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം ഹല്ലേലൂയ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിലും മനുഷ്യരുടെ ഇടയിലോ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ദൈവമക്കളെ സ്തോത്ര, നമുക്ക് വേറൊരു നാമമില്ല. ഈ നാമമാണ് സ്തോത്രം ഹല്ലേലൂയ. ഉടമന ശന്തര ധീര. ജീവിച്ചാലും മരിച്ചാലും ഈ നാമമാണ് ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. എല്ലാവരുടെ മുന്നിലും പറയുവാൻ തക്ക ഒരു നാമമാണ് ഈ നാമം ഹല്ലേലൂയ. എല്ലാവരോടും പറയുവാനും എല്ലാവരോടും സുവിശേഷം പറയുവാനുമുള്ള നാമമാണ് ഈ നാമം ഹല്ലേലൂയ. അവർ ആമേൻ സ്തോത്രം വന്ന് സ്നേഹിതരോട് പറഞ്ഞപ്പോൾ അവർ ഒരുമിച്ച് ഒരു മനപ്പെട്ട് നിലവിളിച്ചു എന്നാ പറഞ്ഞത്. അവർ ദൈവത്തോട് നിലവിളിച്ചു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. കൃപ നൽകണമേ, വചന ശുശ്രൂഷിക്കുവാൻ ധൈര്യം തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ ധൈര്യത്തോടെ ആമേൻ സ്തോത്രം പിന്നെയും യേശുവിന്റെ നാമം പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കി. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അവർ പരിശുദ്ധാത്മാവിൽ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ നിറയുവാനിടയായി. പീഡനങ്ങളെ ഭയപ്പെട്ട് നമ്മൾ മാറിയിരിക്കുവാനല്ല. ആമേൻ സ്തോത്രം സഹോദരിമാരെ ഹല്ലേലൂയ. കാലഘട്ടത്തിൽ ഹല്ലേലൂയ അനേക പീഡനങ്ങൾ നടക്കാം. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി ഹല്ലേലൂയ യഹൂദ ഗോത്രത്തിന്റെ സിംഹം ഹല്ലേലൂയ നമ്മളെ കാക്കുന്നവൻ ഹല്ലേലൂയ പരിപാലിക്കുന്നവൻ. ശത്രുവിന്റെ ഭീതികൾക്ക് ഭയപ്പെട്ടു പോകുവാനല്ല, എന്നാൽ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ കരത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ നാമത്തിൽ മുന്നോട്ട് പോകുവാനാണ്. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അനേക കാര്യങ്ങൾ
ചെയ്യുവാൻ 6-ാം അധ്യായത്തിൽ വരുമ്പോൾ സ്തോത്രം പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും അവർ ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ജീവന കാര്യങ്ങളിൽ ഇടപെടാതെ നമുക്ക് മുന്നോട്ട് പോകാം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാം. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇങ്ങനെ പത്രോസിനെ തടവിലാക്കിയപ്പോൾ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പറഞ്ഞാട്ടെ, ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഫോൺ അടുത്ത് വെച്ചോണ്ട് ഹല്ലേലൂയ സ്തോത്രം എല്ലാ കോളും അറ്റൻഡ് ചെയ്ത് അടപ്പത്ത് പാലും വെച്ചോണ്ട് പ്രാർത്ഥിക്കണതല്ല ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഹല്ലേലൂയ. എല്ലാം മാറ്റി വെച്ച് ഹല്ലേലൂയ ഉടമന ഒരുമിച്ച് കൂടി വന്നോ, ഇല്ല ഒരു റൂമിൽ വാതിലടച്ചോ. ഹല്ലേലൂയ. വചനം ഹല്ലേലൂയ ദൈവവചനവും നമ്മളും ദൈവം ഹല്ലേലൂയ ആമേൻ ആയിട്ട് ഇരിക്കുന്ന ഹല്ലേലൂയ ആത്മാവിൽ ജാഗരിക്കുന്നതാണ് ഹല്ലേലൂയ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ ദൈവമക്കളെ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ആ കാലത്ത് ഹെരോദാവ് സഭയെ പീഡിപ്പിക്കുവാൻ കൈനീട്ടി. അനേകർ കൈനീട്ടിക്കുന്ന കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ആത്മീക കണ്ണുകളാൽ കാണുന്നുണ്ടോ? ഹല്ലേലൂയ. അനേകർ കൈനീട്ടിരിക്കുകയാണ്. ഈ ഹല്ലേലൂയ ഉടമന ശന്തര ഇല്ലാതാക്കും, ഞാൻ മുടിക്കും, ഞാൻ പിന്തുടരുമെന്ന് ആമേൻ സദാകാലം ഹല്ലേലൂയ പിന്തുടർന്ന ശക്തികളുടെ നടുവിലാണ് നമ്മൾ ഇരിക്കുന്നത്. യാക്കോബിനെ കൊന്നു. സ്തോത്രം ഹല്ലേലൂയ. അത് പ്രസാദമായതുകൊണ്ട് യഹൂദന്മാർക്ക് ആമേൻ പത്രോസിനെയും പിടിച്ച് ഹല്ലേലൂയ പെസഹ ഉള്ളത് കൊണ്ട് അവർക്ക് കുറച്ച് കാലം കിട്ടി പ്രാർത്ഥിപ്പാൻ. ഒരു 4 ദിവസം അവർക്ക് ഇടിവിൽ നിൽക്കുവാൻ കാരം കിട്ടി. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആരാണ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത്? ആമേൻ സ്തോത്രം മർക്കോസിന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയ അവളുടെ ഭവനം തുറന്നു കൊടുക്കുവാനിടയായി. നമ്മുടെ ഭവനങ്ങൾ തുറക്കുമോ ഈ ദിവസങ്ങളിൽ? ഈ വർഷം പ്രാർത്ഥനയ്ക്കായി തുറക്കുമോ? കഷ്ടത്തിലിരിക്കുന്നവർക്കായി ഇടിവിൽ നിൽക്കുവാൻ നമ്മുടെ ഭവനങ്ങൾ തുറക്കുമോ? ഹല്ലേലൂയ. സഹോദരിമാരെ നമുക്ക് എഴുന്നേൽക്കാം. ഹല്ലേലൂയ. ഉടമന ശന്തര ധീര നമ്മുടെ ഭവനങ്ങൾ തുറക്കട്ടെ. സ്തോത്രം ഹല്ലേലൂയ. അവർ രാവും പകലും പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. അവിടെ കാണുന്നു മധ്യരാത്രിയിൽ വന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക പത്രോസിന് വേണ്ടി. ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവർ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ നമുക്കറിയാം ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണമെന്ന് അല്ലെങ്കിൽ യാക്കോബിന്റെ 5:16 പറയുന്നു. ആമേൻ. നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന രോഗിക്ക് ഹല്ലേലൂയ വളരെ ഫലിക്കും. സ്തോത്രം ഹല്ലേലൂയ. നിങ്ങളിൽ രോഗസൗഖ്യം വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ആമേൻ പ്രാർത്ഥിക്കുന്നതാണ് ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന. ദൈവമക്കളെ സ്തോത്രം ഈ ദിവസങ്ങളിൽ പാപം വെച്ചുകൊണ്ട് ഹല്ലേലൂയ ആമേൻ എങ്ങനെ വേണമെങ്കിലും ജീവിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ? ഇല്ല. ദൈവസന്നിധിയിൽ വന്ന് ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സ്തോത്രം ക്രമീകരണം പ്രാപിച്ച് പ്രാർത്ഥന കേൾക്കാതെ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ ആരും നീതിമാനായിട്ടില്ല. എല്ലാവരും പാപം ചെയ്ത് ഹല്ലേലൂയ തേജസ് നഷ്ടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവം ഇത്രയും പരിശുദ്ധനായ ദൈവത്തിന്റെ മുൻപാകെ വരുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി നമ്മളെ തന്നെ ഒന്ന് കണ്ട് ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ ഇടയാകട്ടെ. അതാണ് ശ്രദ്ധയോടുള്ള പ്രാർത്ഥന. എത്ര പേർ അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ രോഗികൾക്ക് സൗഖ്യം വരും. ഹല്ലേലൂയ സ്തോത്രം ആമേൻ സ്തോത്രം ഹല്ലേലൂയ. യേശുക്രിസ്തു ഗെത്സമനെ തോട്ടത്തിലായിരിക്കുമ്പോൾ ആമേൻ പ്രാണവേദനയാൽ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആമേൻ. പാപമില്ലാത്തവൻ നമ്മുടെ പാപം ഈ ലോകത്തിന്റെ പാപമേറ്റ് ഹല്ലേലൂയ വേദന അനുഭവിച്ചപ്പോൾ ഹല്ലേലൂയ അതിശ്രദ്ധയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്തിനാ? നിന്റെ ഹിതം. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് നമ്മുടെ ഹിതമല്ല, നമ്മുടെ കുടുംബത്തിന്റെ ഹിതമല്ല. ആമേൻ സ്തോത്രം. നമ്മൾ നടക്കേണ്ടത് ദൈവഹിതമാണ്. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, ദൈവഹിതം ദൈവഹിതം. ഹൗഡബല ശന്തര ഹല്ലേലൂയ സ്തോത്ര. എഫ്എസ് പ്രാർത്ഥിച്ചത് എങ്ങനെയാ? സ്തോത്രം ഹല്ലേലൂയ. അവൻ പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടി ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാൻ ഇടയായി. സ്തോത്രം ഹല്ലേലൂയ. അബ്രഹാം വാഗ്ദത്തം കിട്ടിയപ്പോൾ അതിൽ സന്തോഷിച്ച് അവിടെ പാർട്ടി വിളിച്ചില്ല. സ്തോത്രം ഹല്ലേലൂയ. അവൻ അവിടെ ഇടിവിൽ നിന്നു ലോത്തിന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ ഇടയായി. ആമേൻ സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന കൊടവും കൊണ്ടല്ലേ അനേകർ ഹല്ലേലൂയ നിത്യ നരകത്തിലേക്ക് പോകുന്നത്. ഇന്നൊന്ന്
കണ്ടാത്തെ ആത്മീക കണ്ണുകളാൽ കർത്താവേ എൻ്റെ പ്രാർത്ഥന കുറഞ്ഞുപോയി, ഞാൻ മടങ്ങി വരികയാണെന്ന് പറഞ്ഞാട്ടെ. സ്തോത്രം. എലിയാവ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. മുഴങ്കാലുകൾ നടുവേ അവൻ്റെ തലയിട്ട് അവൻ ലോകത്തിൻ്റെ എല്ലാ ശബ്ദവും ഹല്ലേലൂയ നിശബ്ദമാക്കിക്കൊണ്ടാണ് അവൻ പ്രാർത്ഥിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊന്ന് മടങ്ങി വരാം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ ഇടപെടാതെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സഭയിൽ? സ്തോത്രം. ഹല്ലേലൂയ. 365 ദിവസവും പ്രാർത്ഥനയ്ക്കായി നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ദിവസവും സഹോദരിമാർ എങ്ങനെയെങ്കിലും കൂടി വന്ന് നമ്മൾ പ്രാർത്ഥിക്കും. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവ് പറഞ്ഞു 52 ദിവസം നെഹമിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സഭയിൽ ഒരു ഉണർവ് വ്യാപരിപ്പാൻ ഇടയായി. ആമേൻ. ആത്മീകമായിട്ട് ജനം ഉണരുവാൻ, യൗവനക്കാർ ഉണരുവാൻ ദൈവം ഇടയാക്കി. സ്തോത്രം. ആമേൻ. കഴിഞ്ഞ 30 ദിവസം ഹല്ലേലൂയ ആമേൻ ആക്സിറ്റ് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പഠിച്ചുകൊണ്ട് ഞങ്ങൾ ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തിയിൽ ഹല്ലേലൂയ ചിന്തിച്ചു പ്രാർത്ഥിച്ചു കണ്ണീരോടെ ഇടിവിൽ നിൽക്കുവാൻ ഇടയായി. ആമേൻ. സ്തോത്രം. ഇവിടെ ഇത്രമാത്രം ലീഡേഴ്സ് ഉണ്ടല്ലോ. നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഈ വർഷം പ്രാർത്ഥനയാണ്. അനേക കൂട്ടങ്ങൾ, പ്രാർത്ഥനാ കൂട്ടങ്ങൾ ഉയരട്ടെ. ഈ നാടിന് വേണ്ടത് ഹല്ലേലൂയ ആമേൻ സ്തോത്രം പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയിലാണ് ആമേൻ നമ്മൾ ജയമെടുക്കുന്നത്. ഹെബ്രായ സ്ത്രീകൾ ശത്രുവിന്റെ കാലൊച്ച ഭവനത്തിന്റെ പുറത്തു വരുന്നതിനേക്കാൾ മുൻപ് ഭവനത്തിന്റെ അകത്ത് അവർ വിടുതൽ എടുത്തെങ്കിൽ നമ്മൾ ഹല്ലേലൂയ ഉടമന നമ്മുടെ യുദ്ധം ഹല്ലേലൂയ ജഡീകങ്ങളല്ല. ഹല്ലേലൂയ ഉടമന ശന്തര ധീര ആമേൻ സ്തോത്രം ആത്മാവിൽ ഹല്ലേലൂയ നമ്മുടെ മുറിക്കുള്ളിൽ ജയമെടുക്കുവാൻ, നമ്മുടെ ചർച്ചുകളിൽ ദൈവാലയത്തിൽ ജയമെടുക്കുവാൻ ഇടയാകട്ടെ. സ്തോത്രം. തീമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഇത് നല്ലതും ദൈവത്തിന് പ്രസാദവുമായ കാര്യമാണ്. ലോകത്തിന് വേണ്ടി, അധികാരികൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നത്, വിശേഷാൽ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആമേൻ സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചു എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്തൊക്കെ ശത്രു നിങ്ങളുടെ ചെവിയിൽ മന്ത്രമിട്ടാലോ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കുന്നത് ശത്രുവിന്റെ വാക്കുകളല്ല, ചിന്തകളല്ല. നമ്മൾ വിശ്വസിക്കുന്നത് ദൈവവചനമാണ്. ആ ദൈവവചനം പറയുന്നു, അടിപ്പിണറാൽ സൗഖ്യം വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. സ്തോത്രം. ശത്രുവിന് നിന്റെ മേൽ ഒരു അധികാരവുമില്ല. അവൻ നിന്റെ കാൽ കീഴിലാണ്. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, അവൻ എന്റെ കാൽ കീഴിലാണ്. ഹോ റബ ശന്തരേ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. എസെക്കിയേൽ ഹല്ലേലൂയ 37 ആത്മാവ് ആമേൻ യഹോവയുടെ കരം അവന്റെ മേൽ, അവനെ ആത്മാവിൽ ഹല്ലേലൂയ ആമേൻ അസ്ഥികളുടെ താഴ്വരയിൽ അവനെ നടത്തില്ലേ. സ്തോത്രം. ദൈവമക്കളെ ഹല്ലേലൂയ. സ്തോത്രം. ആത്മാവിൽ ഹല്ലേലൂയ ചില അസ്ഥി താഴ്വരകളിൽ പ്രത്യാശയില്ലാത്ത വിഗ്രഹാരാധന നടുവിൽ നിങ്ങളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ട്. അവിടെ ചിലത് കൽപ്പിക്കുവാൻ നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? നമ്മൾ ചുറ്റിലും നോക്കുമ്പോൾ ഇത് ജീവിക്കുമോ? ഹല്ലേലൂയ. ദൈവമേ നീ അറിയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. എന്നാൽ നമ്മൾ കൽപ്പിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഇടയാകട്ടെ. ആ താഴ്വരയിൽ ഏറ്റവും ഉണങ്ങിയ അസ്ഥി, ഏറ്റവും ഹല്ലേലൂയ അധികമായിരിക്കുന്ന ഹല്ലേലൂയ അധികമായിരിക്കുന്ന അസ്ഥി, ഇത് ഇസ്രായേൽ മക്കളെ കുറിച്ചാണ്. ആമേൻ സ്തോത്രം. നമ്മുടെ സഭയിൽ ഒരിക്കൽ കൂടെ ഒരു ഉണർവ് വരുമോ? ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരിക്കൽ കൂടെ ഒരു ഉണർവ് വരുമോ? സ്തോത്രം. അത് ദൈവം അറിയാം. എന്നാൽ നമുക്ക് കരയാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആത്മാവിൽ ഹല്ലേലൂയ ഉടബശലത് കൽപ്പിക്കാം. ഹല്ലേലൂയ. ഇത് ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ലെന്ന് എത്ര പേർ പറയും? സ്തോത്രം. ഹല്ലേലൂയ. ഗിഡിയോൻ പറഞ്ഞു ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഗോതമ്പിനെ ഹല്ലേലൂയ മുന്തിരി ചക്കിൽ ഹല്ലേലൂയ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്തോത്രം അവിടെ പറയുകയാണ്, പരാക്രമശാലിയെ അവനെ അഭിഷേകം കൊണ്ട് പോതപ്പിച്ചു. ഇന്ന് പകൽക്കാലം സ്തോത്ര നിങ്ങൾ പറയുവാണെങ്കിൽ എന്റെ തലമുറയെ, ദൈവസഭയെ ഞാൻ ശത്രുവിനെ വിട്ടുകൊടുക്കത്തില്ല എന്ന് പറയുമ്പോൾ ഇന്ന് പകൽക്കാലം ഒരു പ്രാർത്ഥനയുടെ പുതപ്പ്, അഭിഷേകത്തിന്റെ പുതപ്പ് നിങ്ങളുടെ മേൽ വീഴുകയാണ് യേശുവിന്റെ നാമത്തിൽ. എത്ര പേർ ഹല്ലേലൂയ അതിനെ റിസീവ് ചെയ്യും വിശ്വാസത്താൽ യേശുവിന്റെ നാമത്തിൽ? ഓ റബ ശദ്ദര ധീര എല്ലാ സഹോദരിമാരുടെ മേൽ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകത്തിന്റെ പുതപ്പ്. ശത്രുവിന് ഹല്ലേലൂയ ദൈവിക നന്മകൾ, ഹല്ലേലൂയ ദൈവിക വാഗ്ദത്തങ്ങൾ ശത്രുവിന് ഞാൻ വിട്ടുകൊടുക്കുകയില്ല. ഹല്ലേലൂയ ഉടബ ശന്തര ദൈവ സഭ, ഹല്ലേലൂയ ദൈവ പണി, ഹല്ലേലൂയ ഓ റബ ല ശന്തര ധീര ഹല്ലേലൂയ.
അവിടെ നഷ്ടപ്പെട്ടത് ഹല്ലേലൂയ, അവർക്ക് അവരുടെ ശ്വാസം നഷ്ടപ്പെട്ടു ഹല്ലേലൂയ, നിത്യത നഷ്ടപ്പെട്ട് നമ്മുടെ ഇടയിൽ അനേകരുണ്ട് ഹല്ലേലൂയ. ആമേൻ. ആ താഴ്വരയിൽ അസ്ഥിയാകണമെങ്കിൽ അവരെ സ്തോത്രം ഹല്ലേലൂയ ത്വക്ക് നഷ്ടപ്പെട്ടു. ആമേൻ സ്തോത്രം. അനേകരുടെ തേജസ് നഷ്ടപ്പെട്ടാണ് ഈ നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത്. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആത്മാവിലെ കൽപ്പനകൾ നീഡഡ് ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അനേകർക്ക് ആമേൻ സ്തോത്രം ആ ദേഹം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, പുഷ്ടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ആത്മീയ പുഷ്ടി നഷ്ടപ്പെട്ട് ഇന്നലകളിലെ ദൈവസ്നേഹം നഷ്ടപ്പെട്ട് ആയിരിക്കുന്നവർ നമ്മുടെ നടുവിലിരിക്കുക. നമ്മൾ കരയാൻ തുടങ്ങിയ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഈ കേരള മണ്ണിനെ തൊട്ട ആത്മാവിന്റെ ശക്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകും. സ്തോത്രം. അവരെ ഞരമ്പുകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഞരമ്പുകൾ ഹല്ലേലൂയ. ദൈവത്തോടുള്ള ബന്ധം, നമ്മൾ തമ്മിലുള്ള സഹോദര ബന്ധങ്ങൾ മുറിഞ്ഞിരിക്കുന്ന അവസ്ഥയിലല്ലേ നമ്മൾ ആയിരിക്കുന്നത്. ദൈവമക്കളെ സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ വാക്കിന്റെ ചാതുര്യത്തിൽ അല്ല അതിനെ മടക്കി വരുത്തേണ്ടത്. എന്നാൽ സ്തോത്രം ആത്മാവിൽ നിറഞ്ഞ് അതിനെ ചുറ്റി 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 എത്ര പേർ പ്രാർത്ഥിക്കാൻ, ആത്മാവിൽ കൽപ്പിക്കുവാൻ ഹല്ലേലൂയ ആമേൻ സ്തോത്ര. അസ്ഥികളെ വചനത്തെ കേൾപ്പീൻ, ദൈവവചനത്തെ കേൾപ്പീൻ ഹല്ലേലൂയ. ദൈവവചനത്തെ അനുസരിക്കാത്തത് കൊണ്ടുവന്ന മരണമാണ്, ചിതറിക്കാണ് ഹല്ലേലൂയ. അവർ പ്രവാസത്തിലായതും ചിതറിപ്പോയതും എല്ലാം ദൈവവചനം അനുസരിക്കാത്തത് കൊണ്ടാണ്. അസ്ഥികളോട് പറയുക ഹല്ലേലൂയ ആമേൻ സ്തോത്രം. വിഘടിച്ചും ആമേൻ സ്തോത്രം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഓരോട് പറയുകയാണ് സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ദൈവവചനത്തെ കേൾപ്പീൻ. നിങ്ങളുടെ ഹല്ലേലൂയ മക്കൾ വചനം കേൾക്കുന്നില്ലെങ്കിൽ പറഞ്ഞാട്ടെ സ്തോത്രം ഹല്ലേലൂയ. വചനം കേൾക്കട്ടെ, പേര് പറഞ്ഞ് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. വചനം കേൾക്കട്ടെ, സഹോദരിമാരുടെ പേര് പറഞ്ഞ് പറഞ്ഞാട്ടെ, അവർ വചനം കേൾക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവസഭ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ഒരു നിമിഷം സ്തോത്രം ചെയ്താട്ടെ. ദൈവവചനത്തിലേക്ക് ദൈവസഭ മടങ്ങി വരട്ടെ. ഉടവല ദുടവന ദുടകല ശന്തന ധീര ഹല്ലേലൂയ. ആദ്യ സ്നേഹത്തിലേക്ക് ദൈവസഭ മടങ്ങി വരട്ടെ. ഓ രാവാല ശന്തര ദീഗല ബൗഡ രാധേ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അങ്ങനെ കൽപ്പിച്ചപ്പോൾ ഹല്ലേലൂയ അത് എല്ലാം ഹല്ലേലൂയ കൂടി ചേർക്കുവാനിടയായി. എന്നാൽ അവർക്ക് ജീവൻ ഇല്ലായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. അവിടെ കാറ്റിനോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അവൻ അതുപോലെ കൽപ്പിക്കുവാനിടയായി. കാണുന്ന ഹല്ലേലൂയ ആമേൻ നികിതന്മാർ ഹല്ലേലൂയ അസ്ഥികളോട് കൽപ്പിച്ചെങ്കിൽ കാണാത്ത കാറ്റിനോട് കൽപ്പിക്കുവാൻ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നമ്മുടെ ഭവനങ്ങളിൽ അടിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നമ്മുടെ ദൈവസഭകളിൽ അടിക്കട്ടെ. എത്ര പേർ മടങ്ങി ആത്മാവിൽ കൽപ്പിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ കാറ്റ് ദേശത്ത് അടിക്കട്ടെ, ഭൂഖണ്ഡങ്ങളിൽ അടിക്കട്ടെ. ദൂഡവരാദര ദീഗല ബൗഡേ രാധേ രന്ദേ ജൂഡവരാദര ദീഗല ബൗഡേ രാധേ ഹല്ലേലൂയ. സ്തോത്രം. എഴുന്നേറ്റ് നിന്നാട്ടെ, എഴുന്നേറ്റ് നിന്നാട്ടെ. ദൂഡവരാദര ദീഗല ബന്ദ രാധേ. യേശുവിന്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. സ്തോത്രം സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. 7-ാം വാക്യം പറയുന്നു, പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷമായി. ഹല്ലേലൂയ.
അറയിൽ വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തൊട്ടി ഹല്ലേലൂയ വേഗം എഴുന്നേൽക്കുക. എഴുന്നേറ്റ് ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഉടനെ ചങ്ങലകൾ അവന്റെ കൈമേൽ വീണു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് ഇരുന്നാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ ആമേൻ. കർത്താവിന്റെ ദൂതൻ അവിടെ വന്നു. പറഞ്ഞാട്ടെ, എല്ലാവരും പറഞ്ഞാട്ടെ, കർത്താവിന്റെ ദൂതൻ. ആമേൻ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. കർത്താവിന്റെ ദൂതൻ. പറഞ്ഞാട്ടെ, കർത്താവിന്റെ ദൂതൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ദൂതൻ അവിടെ കടന്നു വരുവാൻ ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. അവനെ തട്ടുവാൻ ഇടയായി. നമ്മുടെ ദൈവസഭയിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. നമ്മൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ വിഷയങ്ങൾ എത്ര ദൂരെ ആയിരുന്നാലും ഹല്ലേലൂയ 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ദാസി വേഗം ഒന്ന് വായിച്ചാട്ടെ. വേഗം വേഗം. പെട്ടെന്ന് കർത്താവിന്റെ ദൂതനോട് പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. ഉടനെ ചങ്ങല അവന്റെ കൈമേൽ നിന്ന് വീണു. ആമേൻ സ്തോത്രം. ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന വിഷയം എത്ര ദൂരമാണെങ്കിലോ ഏത് ഭൂഖണ്ഡത്താണെങ്കിലോ അവിടെ ഒരു ദൈവദൂതൻ ഇറങ്ങി വരും. ഹാഗാറിന് വേണ്ടി ഇറങ്ങിയ ദൈവദൂതൻ. ഹല്ലേലൂയ ആമേൻ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സമയക്കുറവുകൊണ്ട് ഡാനിയലിന് വേണ്ടി ഇറങ്ങി വന്ന ദൈവദൂതൻ നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ ഉപവസിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എവിടെയായിരിക്കുന്നോ അവിടെ ദൈവദൂതൻ ഇറങ്ങി വരും. അറയിൽ ഒരു പ്രകാശം വന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം. ഇന്ന് പകൽക്കാലം അനേകർ ഇരുട്ടിലായിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊരു പ്രകാശനം ലഭിക്കും. തലമുറയ്ക്ക് പ്രകാശം വരും. എത്ര പേർ എന്നെ വിശ്വസിക്കും? ഹല്ലേലൂയ. അനനിയാസ് പ്രാർത്ഥിച്ചെങ്കിൽ ഹല്ലേലൂയ ദമസ്കോസിന്റെ പടിവാതിക്കൽ ഹല്ലേലൂയ ശൗലിന് ഒരു വെളിച്ചമുണ്ടായപ്പോൾ അവൻ തറയിൽ വീണു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചിലർ പ്രാർത്ഥനയിൽ ഉറങ്ങുക, ചിലർ ഹല്ലേലൂയ പ്രവർത്തനത്തിൽ ഉറങ്ങുക. ക്ഷീണിച്ചിരിക്കുന്ന ദൈവദാസന്മാരിരിക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വേഗം എഴുന്നേൽക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഉടമന ശന്തര നിരാശപ്പെട്ടിരിക്കുന്നവർ ചിലർ എഴുന്നേൽക്കാൻ പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ ചിലർ എഴുന്നേൽക്കാൻ പോകുകയാണ്. യേശുവിന് വേണ്ടി പ്രകാശിക്കാൻ പോകുകയാണ്. ഉടനെ ചങ്ങല അവന്റെ കയ്യിൽ നിന്ന് വീണു. സ്തോത്രം. എന്ത് ബന്ധനമാണ്? രോഗബന്ധനമാണോ? അന്ധകാരത്തിന്റെ ബന്ധനമാണോ? ഇന്ന് പകൽക്കാലം സ്തോത്രം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് വീഴുക ചെയ്യും യേശുവിന്റെ നാമത്തിൽ. 129-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, നീതിമാനായ ദൈവം അവരുടെ ചങ്ങലകളെ അറുത്തു കളഞ്ഞു. ബാല്യം മുതൽ ഇസ്രായേലിനെ പിന്തുടർന്ന ശക്തികള് നീതിമാനായ ദൈവം ഇറങ്ങി വന്ന് ഹല്ലേലൂയ ആ ചങ്ങലകളെ അറുത്തുവിടുന്ന ദൈവമാണ്. വിശ്വസിക്കുമോ? ആ രോഗബന്ധനം ഏതായിരുന്നാലോ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ആ ചങ്ങലകൾ വീഴുവാൻ ഇടയാകും. സ്തോത്രം. ഹല്ലേലൂയ. ശുശ്രൂഷയെ തടുത്ത് ആമേൻ സ്തോത്രം അരകെട്ടി ചെരിപ്പെടുക്കുക. ആമേൻ സ്തോത്രം. എന്നേക്കും ആ ശുശ്രൂഷയെ തടുക്കുവാൻ സാത്താനും കഴിയത്തില്ല. ഒരു ബ്രാക്കറ്റ് പീരിയഡ് ഉണ്ട്. നമ്മൾ ശക്തിയോടെ മറങ്ങി വരും. ഈ രോഗം എന്നേക്കുമല്ല. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. അവരൊരു സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളും മടങ്ങി വന്നപ്പോൾ അങ്ങനെയായിരുന്നു. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നമുക്ക് പോലും വിശ്വസിക്കാത്ത ഉത്തരമാണ് ദൈവം തരാൻ പോകുന്നത്. നമ്മൾ വിശ്വസിക്കാത്തത്, നമ്മുടെ മാതാപിതാക്കൾ കാണാത്ത ഭാഗ്യങ്ങളാണ്, ബ്ലെസ്സിംഗ് ആണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച, നമ്മൾ കണ്ണീരോടെ ഇടവിൽപ്പെട്ടാൽ നമുക്ക് ഹല്ലേലൂയ നമ്മൾ അർഹിക്കാത്ത ആശ്ചര്യമായിരിക്കുന്ന ഉത്തരങ്ങൾ ലഭിക്കാൻ ഇടയാകും. ഹല്ലേലൂയ സ്തോത്രം. പത്രോസിന് സുബോധം വന്നപ്പോഴാണ് അവൻ തിരിച്ചറിഞ്ഞത്, ദൂതൻ എന്നെ ഹെരോദാവിൽ നിന്നും സകല യഹൂദ ജനത്തിൽ നിന്ന് പ്രതീക്ഷയിൽ നിന്ന് എന്നെ വിടുവിച്ചെന്ന്. ഹല്ലേലൂയ സ്തോത്രം. അവൻ ഉറങ്ങിപ്പോയെങ്കിൽ സഭ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അവൻ ഹെരോദാവിന്റെ എത്ര അധികാരമുള്ളവനാണെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. അനേകർ നിങ്ങളെ കുറിച്ച് ഒരു ആമേൻ ശത്രുവിന് ഒരു പ്രാർത്ഥിക്കുന്നവരെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ റിപ്പോർട്ടുകൾ മാറും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആത്മാവിൽ ഏറ്റെടുത്താട്ടെ. സമയം ഹല്ലേലൂയ അവസാനിച്ചിരിക്കുകയാണ്. ഉടബല ശന്തര ദീഗല ബൗഡ ഹല്ലേലൂയ. ശത്രുവിന്റെ പദ്ധതികൾ തകർക്കാൻ പോകുക. ഒരു നിമിഷം ആരാധിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ശത്രുവിന്റെ പദ്ധതികൾ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, ഞങ്ങളുടെ തലമുറ മേൽ ഹല്ലേലൂയ എഴുതി വെച്ചിരിക്കുന്നതും ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞതും ആശിച്ചതും ഹല്ലേലൂയ ശത്രുവിന്റെ ആശകൾ യേശുവിന്റെ നാമത്തിൽ നിഷ്ഫലമാകട്ടെ. പറഞ്ഞാട്ടെ, നിഷ്ഫലമാകട്ടെ, നിഷ്ഫലമാകട്ടെ. ഓ റബാല ധീര ചില നിയമങ്ങൾ നിഷ്ഫലമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവ സഭയ്ക്കെതിരായി ഹോ റബാ ദൂഢവനാദര ധീര ജയിലറകൾ തുറക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവദാസന്മാർ പുറത്തു വരട്ടെ. ജൂഡവനാദര ദീഗല വന്ദ റൗഡേ രാധേ ഹല്ലേലൂയ
സ്തോത്രം. അവൻ പുറത്തു വന്നപ്പോൾ വാതിൽ മുട്ടിയപ്പോൾ അവൾക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമുക്കും വിശ്വസിക്കാൻ കഴിയാത്തവണ്ണം നമുക്ക് ദൈവം ധാരാളമായി ഉത്തരം തരുന്ന